ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ കേന്ദ്ര അവഗണനയ്ക്കെതിരെ LDFന്റെ പ്രതിഷേധം അല്പസമയത്തിനകം LDF നൈറ്റ് മാർച്ച് ആരംഭിക്കും. സുർജിത് അയ്യപ്പത്ത് വിശദാംശങ്ങളുമായി. സുർജിത്, ചൊവ്വാഴ്ച LDFും UDFും ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സുർജിത് നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലും DYFIയുടെ ഒക്കെ പ്രതിഷേധ മാർച്ച് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ എവിടെ നിന്നാണ് LDFന്റെ നൈറ്റ് മാർച്ച് തുടങ്ങുന്നത്? അനുജ, കൽപ്പറ്റയിലാണ് നൈറ്റ് മാർച്ച് സംഘടിപ്പിക്കുന്നത്. കൽപ്പറ്റയിൽ മാത്രമല്ല, സുൽത്താൻ ബത്തേരിയിലും അതോടൊപ്പം തന്നെ മാനന്തവാടിയിലും സമാനമായ രീതിയിലുള്ള നൈറ്റ് മാർച്ചിന് ഇന്ന് LDF ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി DYFI ആണ് ആദ്യ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഇന്ന് DYFIയുടെ നേതൃത്വത്തിൽ ഇന്നലെ പ്രതിഷേധ പ്രകടനം നടന്നിരുന്നു. ഇന്ന് UDFും 19-ാം തീയതി ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. LDFും അതുപോലെ തന്നെ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. ഈ വിഷയത്തിൽ കൃത്യമായ രീതിയിലുള്ള പ്രക്ഷോഭപാതയിലേക്ക് LDF UDFും കടന്നിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അത്തരത്തിലുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് നൈറ്റ് മാർച്ച് അടക്കമുള്ള പ്രതിഷേധ പരിപാടികൾ നടക്കുന്നത്. ഇപ്പോൾ LDFന്റെ കൺവീനറായിട്ടുള്ള CK ശശീന്ദ്രൻ നമ്മളൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? എന്താണ് ഡിമാൻഡ്? കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട്, പ്രത്യേകിച്ച് ചൂരൽമല ദുരന്തബാധിതരോട് പൊറുക്കാൻ കഴിയാത്ത രീതിയിലുള്ള അവഗണനയും അവഹേളനവുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2400 കോടി രൂപയുടെ പ്രത്യേക സഹായ പദ്ധതി കേരളത്തിലെ ഗവൺമെൻറ് നിരന്തരമായി കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അത് ഭരണഘടനാപരമായിട്ട് നമുക്ക് തരേണ്ടതാണ്. പ്രധാനമന്ത്രി പരസ്യമായി വന്ന് വയനാട്ടിൽ പ്രഖ്യാപിച്ചതാണ്, കൽപ്പറ്റ സിവിൽ സ്റ്റേഷനിൽ പ്രഖ്യാപിച്ചതാണ് ആവശ്യമായ ധനസഹായം ചെയ്യുമെന്നുള്ളത്. പ്രധാനമന്ത്രി തന്നെ വഞ്ചനയാണ് കാണിച്ചിരിക്കുന്നത്. ആ രീതിയിൽ കടുത്ത പ്രതിഷേധം LDFിൻ്റെ നേതൃത്വത്തിൽ വയനാട് ദുരന്തബാധിതരെ സഹായിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭം ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലക്കാണ് ഇന്ന് നടക്കുന്ന നൈറ്റ് മാർച്ചും പ്രതിഷേധ സംഗമവും. 19-ാം തീയതി കേന്ദ്ര ഗവൺമെൻറ് മനുഷ്യത്വമില്ലാത്ത കേരളത്തോട് കാണിക്കുന്ന രാഷ്ട്രീയ വിവേചനം, ഇതിലൊക്കെ പ്രതിഷേധിച്ചുകൊണ്ട് ദുരന്തബാധിതരോട് കാണിക്കുന്ന അപമാനപരമായൊരു നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചിരിക്കുന്നത്. ഇതിനോടെല്ലാം പ്രതിഷേധിച്ചുകൊണ്ട് രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ നവംബർ 19-ന് LDF ഹർത്താൽ ആചരിക്കുകയാണ്. UDFും ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. യോജിച്ചുള്ള ഒരു പ്രക്ഷോഭത്തിന് LDF തയ്യാറാകുമോ? അങ്ങനത്തെ ഒരു സാധ്യതയുണ്ടോ? UDF നടത്തുന്ന ഒരു രീതി എന്താ വെച്ചാൽ, ഈ പുനരധിവാസ പദ്ധതിയെ അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം യോജിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടി നിയമസഭയിൽ ഒരുമിച്ച് നിൽക്കുകയും പുറത്തിറങ്ങിയാൽ ഇപ്പോൾ അവർ പ്രഖ്യാപിച്ച ഹർത്താലിൽ കേരളത്തിലെ ഗവൺമെൻറ്റിനെ കൂടി കുറ്റം പറയുന്നത് അവരുടെ മനസ്സിലിരിപ്പ് കേന്ദ്രം സഹായിക്കരുതെന്നാണ്. അതാണ് അവരുടെ നിലപാട്. ആ നിലപാട് മാറ്റിയാൽ യോജിച്ച പ്രക്ഷോഭത്തിന് ഞങ്ങൾക്ക് യാതൊരു തടസ്സവുമില്ല. ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളിൽ നമ്മളെല്ലാം ഒരുമിച്ച് നിന്നതാണ്. നാട്ടിലെ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്നിരുന്നത്. ആ നിലപാടല്ല ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിനോട് പ്രതിഷേധം രേഖപ്പെടുത്തി ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് പകരം കേരളം ആവശ്യപ്പെടുന്ന ആവശ്യങ്ങൾ കിട്ടാതിരിക്കുന്നതിന് വേണ്ടി ഒരു നിലപാട് UDF സ്വീകരിക്കുകയാണ്. കാരണം കേരള ഗവൺമെൻറ്റിനും കൂടി കുറ്റം പറയുകയാണ്. കേരള ഗവൺമെൻറ് സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു എന്ന് ഈ നാട്ടിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും അറിയാം. അതിനെ തിരസ്കരിക്കുന്ന നിലപാടും കേന്ദ്രത്തെ പരോക്ഷമായി, കേന്ദ്രം സഹായിക്കാത്തതിനെ പരോക്ഷമായി സഹായിക്കുന്ന ഒരു നിലപാടുമാണ് UDF എടുത്തിരിക്കുന്നത്. അതിനോട് യോജിക്കാൻ കഴിയില്ല. എന്തായാലും പ്രക്ഷോഭപാതയിലേക്കാണ് LDFും UDFും ഒരുപോലെ വരുന്നത്. അല്പസമയത്തിനകം തന്നെ കൽപ്പറ്റയിൽ നൈറ്റ് മാർച്ച് ആരംഭിക്കും. അതെ, വിവിധ ഇടങ്ങളിലാണ് ഇന്നിപ്പോൾ LDFന്റെ നൈറ്റ് മാർച്ച്.